നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം ചൂടുപിടിപ്പിച്ച മൂവാറ്റുപുഴയിൽ സ്ഥാനാർത്ഥികൾ തമ്മിൽ വാക്പോരുമുറുകുന്നു. LDF സ്ഥാനാർത്ഥി N അരുൺ നയിച്ച സോഷ്യൽ ഓഡിറ്റിംഗ് വെല്ലുവിളി ഏറ്റെടുക്കുന്നതായി UDF സ്ഥാനാർത്ഥിയും നിലവിലെ MLAയുമായ മാത്യു കുഴൽനാടൻ പ്രഖ്യാപിച്ചതോടെ മണ്ഡലത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ചൂടുപിടിച്ചിരിക്കുകയാണ്. 5 വർഷം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന N അരുണിന്റെ പ്രവർത്തനങ്ങളും ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടു. മൂവാറ്റുപുഴയിലെ MLAയ്ക്ക് സ്വന്തമായി ഒരു പദ്ധതിയെങ്കിലും പറയാനുണ്ടോ എന്നായിരുന്നു LDF സ്ഥാനാർത്ഥി N അരുണിന്റെ വെല്ലുവിളി. കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കാൻ MLA തയ്യാറുണ്ടോ എന്നായിരുന്നു അരുണിന്റെ ചോദ്യം. ഏതു വേദിയിലും തുറന്ന സംവാദത്തിന് താൻ തയ്യാറാണെന്നും അരുൺ വ്യക്തമാക്കി. മൂവാറ്റുപുഴ MLA മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി സമഗ്രമായ വികസനത്തിന് വേണ്ടി ഒരു പദ്ധതി, ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടോ? ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുത്തതിന്റെ രേഖ കാണിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ചർച്ചയ്ക്ക് ഏത് ഘട്ടത്തിലേക്കും എവിടെ വരാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏത് പ്രവർത്തനം തയ്യാറാണ്. ഞാനെന്നല്ല, ഞങ്ങൾ ആരും തയ്യാറാണ്. വെല്ലുവിളി ഏറ്റെടുത്ത മാത്യു കുഴൽനാടൻ MLA സോഷ്യൽ ഓഡിറ്റ് അല്ല പൊളിറ്റിക്കൽ ഓഡിറ്റിനും തയ്യാറാണെന്ന് തിരിച്ചടിച്ചു. UDF നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വെച്ചാണ് മാത്യു കുഴൽനാടൻ അരുണിന് മറുപടി നൽകിയത്. എന്റെ പ്രിയ സുഹൃത്തിനോട് ഞാൻ പറയുന്നു, സോഷ്യൽ ഓഡിറ്റിന് മാത്രമല്ല, സോഷ്യൽ ഓഡിറ്റ് ആവാം, പൊളിറ്റിക്കൽ ഓഡിറ്റ് ആകാം, ഫിനാൻഷ്യൽ ഓഡിറ്റ് ആകാം. ഈ 3 കാര്യത്തിലും മൂവാറ്റുപുഴയുടെ ജനപ്രതിനിധി വിചാരണ ചെയ്യപ്പെടുന്നതിനെ ഞാൻ സർവാത്മ സ്വാഗതം ചെയ്യുകയാണ്. 5 വർഷം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന N അരുണിന്റെ പ്രവർത്തനങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്നാൽ താൻ അതിന് നിർബന്ധിക്കില്ല. എന്നാൽ എവിടെ വിളിച്ചാലും വസ്തുതകൾ പറയാൻ തയ്യാറാണെന്നും കുഴൽനാടൻ കൂട്ടിച്ചേർത്തു. മൂവാറ്റുപുഴയിൽ വികസനവും രാഷ്ട്രീയവും ഒരുപോലെ ചർച്ചയാകുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം ഒരു നേർക്കുനേർ സംവാദത്തിന് വഴി തുറക്കുമോ എന്നാണ് വോട്ടർമാർ ഉറ്റുനോക്കുന്നത്. ന്യൂസ് മലയാളം, കൊച്ചി.